ഹലോ ഫ്രണ്ട്സ്, ഞാൻ കാലത്തൊരു 5 മണിയാകുമ്പോൾ എണീറ്റിട്ട് ഞാൻ പല്ല് തേക്കുകയാണ്. തലേദിവസം ചാള വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ചാള എടുത്തിട്ട് ഞാൻ നന്നാക്കിയിട്ടാണ് ഞാൻ കുളിച്ച് വന്നിട്ടാണ് ഞാൻ മീൻകറി അടുപ്പിൽ വെച്ചത്. മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഞാൻ മീൻകറിയുടെ റെസിപ്പി ഇടാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ വെച്ചു. നാളികേരമൊന്നും ചേർക്കാത്ത മീൻകറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും ചട്നിയാണ്. അപ്പോൾ വെള്ളയപ്പത്തിന് നാളികേരമൊക്കെ ചിരകി തലേദിവസം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. പച്ചരി, അവൽ, നാളികേരം, പഞ്ചസാര, ഈസ്റ്റ്, ഒരു നുള്ളു ഉപ്പും കൂട്ടിയിട്ട് നന്നായി മിക്സിയിൽ വെണ്ണ പോലെ അരച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല വെള്ളയപ്പം ചുട്ടെടുക്കാം. അങ്ങനെ മീൻകറി തിളച്ചപ്പോൾ ഞാൻ മീൻകറി കുറച്ചിട്ടു. ഉപ്പേരിക്ക് കടലയാണ്. സബോളയും മുളകും പൊടി നന്നായി മൂത്ത് വരുമ്പോൾ കടല ഇട്ടിട്ട് അതിൽ കുറച്ച് നാളികേരം, വെള്ളയപ്പത്തിന് വേണ്ടി ചിരകിയ നാളികേരം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കി. ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചു. മീൻകറി തിളച്ച് വെറ്റി വന്നപ്പോൾ മീൻകറി കാച്ചി ചോറ് തെർമൽ കുക്കറിൽ നിന്ന് ഇറക്കി ഗ്യാസിൻ്റെ മുകളിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അടുക്കളയിലെ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ പുറത്തിറങ്ങി മിറ്റടിച്ച് തുണികൾ, പിള്ളേരുടെ യൂണിഫോമൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. ഞാൻ കല്ലിലാണല്ലോ കഴുകാറ്. അതൊക്കെ ഞാൻ കല്ലിൽ കഴുകി അതൊക്കെ തോരയിട്ടു. കടലുപ്പേരിയായി, മീൻകറിയായി, ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് ഞാൻ കുറച്ച് ചെടികളുണ്ട് എനിക്ക്. അതൊക്കെ നനച്ച് കുറച്ച് ചെടികൾ തന്നെയുള്ളൂ, കൂടുതലുണ്ടായിരുന്നു. ഇപ്പം അത് അത്രയൊന്നും ഇല്ല. വെള്ളമില്ലാത്ത കാരണം അത്ര ചെടികളൊന്നും ഞാനിപ്പോൾ വെക്കണില്ല. അതൊക്കെ നനച്ച് അടുക്കളയിൽ വന്ന് തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് വിജയശേട്ടന് ഒരു 8 മണിയാകുമ്പോൾ പോകണം. ആൾ ഇപ്പോൾ കുളിച്ച് വിളക്ക് വെച്ച് വന്ന ആൾ ചായ കുടിച്ച് ഇത്തിരി അകലെയാണ് പണി. അപ്പോൾ ആ ചോറാക്കുകയാണ്. ഞങ്ങൾക്ക് 4 പേർക്കും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എനിക്ക് നല്ല സപ്പോർട്ട് വേണം. എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് തുടർന്ന് വീഡിയോ ഇട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് നാളികേരം വാങ്ങിച്ചു കൊടുന്നത് ഉടച്ചപ്പോൾ ചിരട്ട അങ്ങോട്ട് അടർന്നു പോന്നു. അപ്പോൾ ഞാനത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മറ്റേ മിക്സിയുടെ ജാറിൽ അതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ നന്നായിട്ട് ഇതായി വന്നു. അപ്പോൾ ഇത്തിരി അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറച്ച് നാളികേരം എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. നാളെ ഇങ്ങനെയും കറി ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വെള്ളയപ്പവും ചട്നി നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ എൻ്റെ കാലത്തത്തെ ചോറും കറിയും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ചട്നി കാച്ചി കഴിഞ്ഞാൽ ബിജേഷേട്ടന് ചായ കൊടുക്കാം. ആൾ ചായ കുടിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഞാനും പോവും. മോള് ഒരു 8:30 ആകുമ്പോൾ പോവും. മോനും അതെ ഒരു 8:30 ആകുമ്പോൾ പോവും. അങ്ങനെ ഞങ്ങൾ 4 പേരും പോവും. അപ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ല വീട്ടിൽ. പിന്നെ വൈകിട്ടാണ് എല്ലാവരും വരുള്ളൂ. അങ്ങനെ വെള്ളയപ്പവും ചട്നിയായി. ബിജേഷേട്ടൻ കഴിക്കുകയാണ്. ആൾ കഴിക്കണ നേരം കൊണ്ട് ഞാൻ പോയി ഡ്രസ്സ് മാറും. ഇതേ ആൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും നല്ലത് വരാൻ ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ ദൈവത്തോട് കേട്ടോ.